നമ്മളിപ്പോൾ മലമ്പുഴ ഗാർഡനിലാണുള്ളത്. ഇപ്പോൾ കുട്ടികളെ പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയൊക്കെയാലോ. നമ്മളിപ്പോൾ മലമ്പുഴ ഗാർഡനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തിരക്കൊക്കെ കുറവാണിപ്പോൾ, എന്നാലും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിനുള്ളിൽ കാണാൻ. ഒരുപാട് പാർക്കുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. പിന്നെ നമ്മളെ മലമ്പുഴ ഡാം. പ്രവേശനം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെ. ഇവിടെ അത്രയും സുരക്ഷിതമായിട്ടാണ് ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് മലമ്പുഴ ഗാർഡൻ്റെ അകത്ത് പ്രവേശിച്ചു. അപ്പോൾ നമുക്ക് ഉള്ളിലൊക്കെ കാണാം ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ മനോഹരമായ പൂക്കളുണ്ട്. എന്തായാലും നല്ലൊരു വിഷ്വൽ ഭംഗി തന്നെയാണ് മലമ്പുഴ ഗാർഡൻ. മലമ്പുഴ ഗാർഡനിൽ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അതൊക്കെ എവിടെയാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെയുള്ള ബോർഡുകളിലൂടെ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ മലമ്പുഴ ഡാം. മലമ്പുഴ ഡാം കണ്ട ഒന്ന് കയറാൻ തോന്നില്ല. എന്തായാലും നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ മലമ്പുഴ ഡാമിൻ്റെ മുകളിൽ എത്തുന്നതാണ്. അവിടുന്ന് എന്തായാലും വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നതാണ്. തൂക്കുപാലം നോക്കുക എല്ലാവരും. നല്ല ഭംഗിയുള്ള നല്ലൊരു ഏരിയ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയേക്കാം. വാവ്, നല്ല ഒരു ലുക്കാണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് പ്ലാൻ ചെയ്ത് നോക്കാം. നമ്മുടെ മലമ്പുഴ ഡാം. വാ, ഇതാണ് മലമ്പുഴ യക്ഷി. മലമ്പുഴ ഡാമിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് പാർക്കുകളും ബോട്ടിംഗ് സൗകര്യങ്ങളും അങ്ങനെ കുറേ. ഇതൊക്കെ കണ്ടു കഴിയണമെങ്കിൽ ഒരു ദിവസം തന്നെ നമുക്ക് വേണം. നമുക്ക് ഒരു ദിവസമൊക്കെ ഇവിടെ ചിലവഴിക്കാൻ പറ്റും. രാവിലെ വന്നാൽ ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ പോകാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അത്ര ഏരിയകളുണ്ട് കാണാൻ. ഇവിടെ ബോട്ടിംഗ് സൗകര്യം ഇതാണ്. അപ്പം ടിക്കറ്റ് ചാർജ് ഇവിടെ ഒരു ചെറിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് മലമ്പുഴ ഡാമിൻ്റെ ടോപ്പിലേക്ക് ഒന്ന് പോയാലോ. ഇതിലൂടെയാണ് നമുക്ക് മലമ്പുഴ ഡാമിൻ്റെ ടോപ്പിലേക്ക് പോകുന്ന വഴി. ഡാമിൻ്റെ ടോപ്പിലേക്ക് കയറാൻ പോവുകയാണ്. നമുക്ക് ഡാമിൻ്റെ ടോപ്പിലേക്ക് കയറാം. ഓടിക്കയറാം. ഇതൊരു കോഡ് വന്ന് കട്ടായി പോയാൽ കൂടിയോ, എന്നാലും ഓടിക്കയറാം നമുക്ക്. അങ്ങനെ മലമ്പുഴ ഡാമിൻ്റെ ടോപ്പിലെത്തി നമ്മൾ.
ഇവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ബൈജു ഉണ്ട്. എൻ്റെ ഫ്രണ്ട് ബൈജു ആണ്. പാലക്കാടാണ് സ്ഥലം. അപ്പം ഞാനും അവനൂടെയാണ് ഇവിടേക്ക് വന്ന്. ഇതാണ് നമ്മളെ മലമ്പുഴ ഡാം. ഞാനിപ്പോൾ മലമ്പുഴ ഡാമിൻ്റെ ടോപ്പിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 77 അടിയാണ് ജലനിരപ്പുള്ളത്. ഇപ്പോൾ ടോട്ടൽ 70 അടിയിലാണ് ഇപ്പം വെള്ളം നിൽക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ ഫില്ലറും എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ആ ഫില്ലറൊക്കെ ഒന്ന് കാണാം, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഓക്കെ, നമുക്ക് അവിടെ വരെ പോയാലോ. മലമ്പുഴ ഡാമിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ആ ടോപ്പ് വ്യൂവിൽ നമ്മൾ കാണുന്നത് മലമ്പുഴ ഗാർഡനാണ്. ഒരുപാട് പൂന്തോട്ടങ്ങളും മരങ്ങളും അതുപോലെ തന്നെ കുറേ പാർക്കുകളൊക്കെ കൂടിച്ചേർന്നാണ് മലമ്പുഴ ഗാർഡൻ. അങ്ങനെ ഞങ്ങൾ ഡാമിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. താഴോട്ട് ഇറങ്ങിയതിന് ശേഷം ഡാമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്ന ഒരു ഫില്ലർ ഉണ്ട്. ആ ഫില്ലർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതാട്ടോ ഫില്ലർ. ഈ ഫില്ലറിലാണ് ഡാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചത്. അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ തൊട്ട് അപ്പുറത്തായിട്ടും എഴുതി വെച്ചിട്ടുണ്ട്. ഇതും വായിച്ച് മനസ്സിലാക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മലമ്പുഴ ഗാർഡനും മലമ്പുഴ ഡാമൊക്കെ കണ്ടു. നമ്മൾ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ കണ്ടു വരുമ്പോഴേക്ക് കുറച്ച് നേരം വൈകി. അതാണ് ഇപ്പം വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ ബൈ.